ബിഗ് ഹെഡ്ലൈൻ ബ്രേക്കിംഗ് നൗ. തന്റെ മകനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ഇ.പി. ജയരാജൻ. ഇന്ന് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം. അതിലാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ. ശോഭാ സുരേന്ദ്രനാണ് നീക്കം നടത്തിയത്. എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി. സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമമെന്ന് മനസ്സിലായപ്പോൾ മകൻ ഫോൺ എടുത്തില്ല എന്നും ഇ.പി. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത് മുഴക്കുന്ന കട്ടൻ ചായയും പരിപ്പുവടയിൽ നിന്ന് ഇതാണ് എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ, തന്റെ മകന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയല്ലേ? തീർച്ചയായും സുജയ, ഇതാണെന്റെ ജീവിതം എന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ വീണ്ടും വിവാദം എന്ന അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സുജയ. അതായത് തന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേക്കർ വന്നിരുന്നു. അത് ബി.ജെ.പിയിലേക്ക് തന്നെ ചേർക്കാനുള്ള ചർച്ചയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്ന ബി.ജെ.പിയുടെ വനിതാ നേതാവ് ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ വനിതാ നേതാവ് തന്റെ മകനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാനും ശ്രമം നടത്തി. അതായത് മകന്റെ ഫ്ളാറ്റിലായിരുന്നു ഈ ചർച്ച അല്ലേ അഭിജിത്ത്? അങ്ങനെയാണ് സുജിയ ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ മകന്റെ ഫ്ളാറ്റിലേക്കാണ് പ്രകാശ് ജാവദേക്കർ വന്നത്. ആ പ്രകാശ് ജാവദേക്കറിന്റെ വരവിനെ ശോഭാ സുരേന്ദ്രൻ ആ രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതായത് താൻ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതിനിടെ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് തന്റെ മകന്റെ നമ്പർ ഈ ശോഭാ സുരേന്ദ്രൻ വാങ്ങുന്നത്. അവിടെ വെച്ച് തന്റെ മകനെ പരിചയപ്പെട്ടു. പിന്നീട് 1-2 തവണ മകനെ ഇവർ വിളിച്ചു. പിന്നീട് ഇത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ശ്രമമാണ് എന്ന് മകന് സംശയം തോന്നി. പിന്നീട് വിളിച്ചപ്പോൾ മകൻ ഫോൺ എടുക്കുകയും ചെയ്തിട്ടില്ല. വളരെ വളരെ ലാഘവത്തോടെ അവർ തന്നെ കുറിച്ച് ഇത്തരം കാര്യങ്ങളിൽ കള്ളം പറഞ്ഞുവെന്നും ഈ അധ്യായത്തിൽ ഈ തന്റെ ആത്മകഥയിൽ ഇ.പി. ജയരാജൻ ആരോപിക്കുന്നുണ്ട് സുജിയ. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ശോഭാ സുരേന്ദ്രന്റെയും ബി.ജെ.പിയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വരട്ടെ.